purpose behind your suffering. നിങ്ങളുടെ കഷ്ടതയ്ക്ക് പിറകിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. നിങ്ങൾക്കത് വിശ്വസിക്കുവാൻ സാധിക്കുമോ? Can you agree with me? തീർച്ചയായും നാം അനുഭവിക്കുന്ന ഓരോ കഷ്ടതകൾക്ക് പുറകിലും വ്യക്തമായ ദൈവിക ഉദ്ദേശമുണ്ട്. ഒന്നെങ്കിൽ അത് നമ്മുടെ ഗുണീകരണത്തിനോ അല്ല എങ്കിൽ ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മെ ഒരുക്കിയെടുക്കേണ്ടതിനോ വേണ്ടിയാകാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകുന്നത്. സാഹചര്യങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് പ്രതികൂലമായി തീർന്നേക്കാം. Sometimes we may feel that the situation is out of control and it is out of our hand. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോഴും കാര്യങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. He is controlling every situations of your life and he knows what you need. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അവൻ അറിയാം. അവൻ നിശ്ചയമായും നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നാം ചിന്തിക്കുവാനായി പോകുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്നുമാണ്. അതിന്റെ ശീർഷകം ഇങ്ങനെ ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു: നിങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ടോ എങ്കിൽ നിങ്ങൾക്കൊരു പ്രതിഫലവുമുണ്ട്. If you have a rival, then there is a reward waiting for you. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രതിയോഗി ഉണ്ടെങ്കിൽ പ്രതിയോഗിയെ നോക്കി നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്നാൽ ആ പ്രതിയോഗി ഒരുപക്ഷെ ഒരു മഹാപ്രതിഫലത്തിലേക്ക് നിങ്ങളെ നടത്തുവാൻ നയിക്കുവാൻ കാരണക്കാരായി തീർന്നേക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണിത്. പ്രത്യേകിച്ചും ഹന്നയുടെ ജീവിതത്തിൽ അവരുടെ ഭാര്യയായിരിക്കുന്ന പെനീന അവൾക്കെതിരെ പ്രതിയോഗിയായി എഴുന്നേറ്റു. ഞാൻ ആ വാക്യം നിങ്ങൾക്കായി ഒന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യമാണിത്. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. പ്രത്യേകിച്ചും ദേവാലയത്തിലേക്ക് പോകുന്ന ആരാധനയ്ക്കായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് വല്ലാത്ത നിലകളിൽ കൂടി വന്നിരുന്നു. സ്തോത്രം. നോക്കണമേ, ഇവിടെ നാം വായിക്കുന്ന വാക്യത്തിൽ കാണുന്നത് ദൈവം അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ. വേദപുസ്തകം ആകമാനം പരിശോധിച്ചാൽ ഏകദേശം 6 വനിതകളിലധികം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയവരായിട്ട് കാണുവാൻ സാധിക്കും. ദൈവം ഗർഭമടച്ചിരുന്നവർ. എന്നാൽ പിൽക്കാലത്ത് ദൈവം അവരെ ഓർത്ത് ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവയൊക്കെയും ദൈവത്തിന്റെ മഹത്തായ പദ്ധതികൾക്ക് വേണ്ടി അവരെ ഒരുക്കിയെടുക്കുകയായിരുന്നു എന്നുള്ളതും, തുടർന്ന് അവരിലൂടെ ദൈവം പുറപ്പെടുവിച്ച അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്ന അവരുടെ മക്കൾ എക്കാലത്തും എണ്ണപ്പെട്ടവരും സമൂഹത്തിൽ ശ്രേഷ്ഠരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരും ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചവരുമായി തീരപ്പെട്ടത് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തടസ്സം നേരിട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും മനസ്സിലാക്കുക, അതിന്റെ പിറകിൽ ഒരു ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. Praise the Lord. Hallelujah. ഹന്നയുടെ ഗർഭത്തെ ദൈവം അടച്ചിരുന്നു. സ്തോത്രം. അത് എന്തുകൊണ്ട് എന്ന് നമുക്ക് അറിയയില്ല. എന്നാൽ പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവളെ ദൈവം തന്നെ മഹത്തായ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിന്റെ പ്ലാനിലേക്ക് നയിക്കുകയായിരുന്നു. ഈ സാഹചര്യങ്ങളിൽ അവളുടെ പ്രതിയോഗിയായ പെനീന അവളെ വല്ലാതെ മുഷിപ്പിക്കുന്ന അനുഭവം, വേദനകൾ കൊണ്ട്, ദുഃഖം കൊണ്ട്, ഹൃദയഭാരം കൊണ്ട് ജീവിതത്തിൽ ആകെ വേദനപ്പെട്ടിരിക്കുന്ന ഹന്ന. എന്നാൽ എന്താണ് അവൾ ചെയ്തത്? അവളുടെ റൈവൽ, അവളുടെ പ്രതിയോഗിയായിരിക്കുന്ന പെനീന അവളെ മുഷിപ്പിക്കുമ്പോഴും വാക്കുകൊണ്ട് പ്രതികരിക്കുവാൻ പോകാതെ, മറുപടി പറയുവാൻ പോകാതെ, പെനീന പറയുന്നതിന് 10 തിരിച്ചു പറയുവാൻ പോകാതെ അവൾ ദൈവസന്നിധിയിലേക്ക് തന്റെ വിഷയവുമായിട്ട് കടന്നുപോയി. ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഈ ചിന്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനും എതിരെ ഒരു പ്രതിയോഗി എഴുന്നേറ്റ് നിരന്തരം നിങ്ങളുടെ ശൂന്യതകളെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനവശങ്ങളെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ പോരായ്മകളെ നോക്കിക്കൊണ്ട് നിങ്ങളെ കുത്തി നോവിക്കുവാനും വേദനപ്പെടുത്തുവാനും നിരാശപ്പെടുത്തുവാനും പരിശ്രമിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ ഹന്നയുടെ ജീവിതത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, അതിന് പുറകിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. വാക്കിൽ പ്രതികരിക്കാതെ, നോട്ടം കൊണ്ട് പ്രതികരിക്കാതെ, അതിനെതിരെ റിവഞ്ച് എടുക്കാതെ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ വിഷയമായിട്ട് ചെല്ലുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിശ്ചയമായിട്ടും വലിയ ഒരു ദൈവ പ്രവൃത്തി
വിഷയത്തിന് നടുവിൽ കാണുവാനായി സാധിക്കും. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം അതത്രേ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രതിയോഗി അവളെ വല്ലാതെ മുഷിപ്പിക്കുമ്പോഴും ഒരുപക്ഷെ താൽക്കാലികമായി കരഞ്ഞു പട്ടിണി കിടക്കുന്ന ഒരു അനുഭവമുണ്ട് ഹന്നയ്ക്ക്. എന്നാൽ 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൾ ദൈവസന്നിധിയിലേക്ക് തന്റെ വിഷയങ്ങളുമായി കടന്നുപോയി. ദൈവസന്നിധിയിൽ തന്റെ വിഷയങ്ങളെ ഇറക്കി വെച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ കരഞ്ഞു. ഹൃദയത്തിനകത്ത് ബിറ്റർനെസ്, അവളുടെ ജീവിതത്തിൽ ആ വേദനയും ആ കയ്പും കാത്തു സൂക്ഷിച്ചു വെക്കുവാൻ തയ്യാറാകാതെ അവളുടെ വിഷമങ്ങൾ മുഴുവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. വെള്ളം പോലെ തന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഹന്ന പകർന്നു. അവൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അവൾ ദൈവത്തെ തന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം തന്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് അവൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ദൈവം തന്റെ വിഷയത്തിന്റെ നടുവിൽ തനിക്കൊരു മറുപടി തരണമെന്ന് അവൾ ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെ ഒരു മറുപടി അവൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് നിവേദിതമായിരിക്കുമെന്ന് ഒരു നേർച്ച കൂടി അവൾ നേരുവാനിടയായി തീർന്നു. ആലയത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ അവളെ തെറ്റിദ്ധരിക്കുമ്പോഴും അതിനെതിരെ വല്ലാതെ പ്രതികരിക്കുന്ന ഒരു ഹന്നയല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെയോ അതിന്റെ നടുവിലും വളരെ മാന്യതയോടെ തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പുരോഹിതന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാനായി സാധിക്കും. ഉത്തമയായ ഒരു ദൈവഭക്തിയും തികഞ്ഞ ഒരു ആത്മീയമായ ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവം കേൾക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ഹന്നയെ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. ദൈവം അവൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു പുരുഷ സന്താനത്തെ അവൾക്ക് നൽകി കൊടുത്തു. തന്നിമിത്തം എന്താണ് സംഭവിച്ചത്? തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് നാം ചെല്ലപ്പെടുമ്പോൾ വചനം ദുർലഭമായിരുന്ന ആ കാലഘട്ടത്തിൽ, ദൈവിക ദർശനങ്ങൾ ഇല്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ, ദൈവിക സംസാരം നിലച്ചിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നേരിട്ട് വിളിക്കുന്ന, ദൈവ ശബ്ദം കേൾക്കുന്ന, ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു ആത്മാവിന്റെ ശുശ്രൂഷക്കാരനായി ദൈവം തന്റെ മകനായ ശമൂവേലിനെ എടുക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. ഹന്നയെ, നിന്റെ വേദനയുടെ പുറകിൽ, നിന്റെ ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ, നീ അനുഭവിച്ച കഷ്ടതയ്ക്ക് നടുവിൽ, നീ കടന്നുപോയ ആ മേഖലകൾക്ക് നടുവിൽ, നിന്റെ മാനസിക വ്യതകൾക്ക് നടുവിൽ, നീ പ്രയാസപ്പെട്ട വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്താണ്? ഒരു സാധാരണക്കാരി വീട്ടമ്മയായി ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കുവാനും മക്കളെ ഹല്ലേലൂയ പ്രസവിച്ച് ഒരു സാധാരണ നിലയിലുള്ള ഒരു കുഞ്ഞിനെ വളർത്തി ജീവിതം അവസാനിപ്പിക്കേണ്ടതിനു വേണ്ടിയല്ല. പിന്നെയോ ഇസ്രായേലും അപ്പോൾ തന്നെ നാമും എന്നേക്കും ഓർക്കത്തക്ക നിലകളിൽ മഹത്തായിരിക്കുന്ന സംഭാവനകൾ ചെയ്ത 40 വർഷത്തോളം ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പുരോഹിതനും ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ജനത്തെ ന്യായപാലനം ചെയ്യുന്ന ഒരു വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവരിക, ആ വ്യക്തിക്ക് മാതാവാക്കി തീർക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞിടത്തേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. നിങ്ങൾക്കൊരു പ്രതിയോഗി ഉണ്ടോ? നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. നിങ്ങൾക്കൊരു പ്രതിയോഗി ഉണ്ടോ? ഉണ്ട്. എവിടെയാണത് പറയുന്നത്? പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഒരു പ്രതിയോഗിയുണ്ട്. നമ്മുടെ പ്രതിയോഗി ആരാണ്? നമ്മുടെ പ്രതിയോഗി പിശാചാണ്. നമ്മുടെ പ്രതിയോഗിയായി നിലകൊണ്ടുകൊണ്ട് നമുക്കെതിരെ എന്താണ് ചെയ്യുന്നത്? ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്ന അനുഭവമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ പ്രതിയോഗിയായി പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവൻ ചിലപ്പോൾ തന്റെ പദ്ധതികൾക്ക് വേണ്ടി മനുഷ്യരെ ആയുധമാക്കി ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. ചിലരെ അവൻ പൊസസ് ചെയ്തിട്ട് അവന്റെ ആത്മാവിനാൽ ബാധിക്കപ്പെട്ടവർ ദൈവജനത്തിനെതിരെ, ദൈവ മക്കൾക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, വിശ്വാസികളായിരിക്കുന്നവർക്കെതിരെ പലപ്പോഴും പോരടിക്കുവാൻ കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും. ഹന്നയ്ക്കെതിരെ പെനീന ഉപയോഗിച്ച അതേ മാർഗം പോലെ അവളുടെ ജീവിതത്തിൽ എന്തായിരുന്നോ ഇല്ലാതിരുന്നത് അതിനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടും അപ്പോൾ തന്നെ ജീവിതത്തെ അപമാനിക്കുവാനും നിന്ദിക്കുവാനും പരിഹസിക്കുവാനും വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ സമാധാനത്തെ കെടുത്തുവാൻ, നിങ്ങളുടെ ആശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിത
ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ അതിന്റെ ഇല്ലായ്മയെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ നിരാശയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തി എപ്പോഴും ദൈവജനത്തിനുള്ളിലുണ്ട്. ശുശ്രൂഷകൾക്കെതിരെ വെല്ലുവിളി നടത്തി ശുശ്രൂഷകളെ ഒതുക്കി നിർത്തുവാനും ശുശ്രൂഷയുടെ ലക്ഷ്യമിടുവാനും ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ വണ്ണം അപമാനത്തിന്റെയും അപ്പോൾ തന്നെ നിന്ദയുടെയും അപവാദത്തിന്റെയും ഇങ്ങനെയുള്ള വിവിധ നിലകളിൽ കാര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ദൈവജനത്തിനെതിരെ സഹോദരന്മാരെ നിന്ദിക്കുന്ന അപവാദം പറയുന്ന ശത്രു നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അതുകൊണ്ട് ശുശ്രൂഷയെ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്, വിശ്വാസ ജീവിതം ഇല്ലായ്മ ചെയ്യുകയല്ല വേണ്ടത്, മടുത്തു മതി ഇനി നിർത്താം എന്ന് പറയുകയല്ല വേണ്ടത്, ഏലിയാവിനെ പോലെ മതി എന്ന് നിലവിളിക്കുകയല്ല വേണ്ടത്. പിന്നെയോ ദൈവിക ഉദ്ദേശത്തിനു വേണ്ടി ദൈവഹിതത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഹന്നയെ പോലെ ഈ ദിവസങ്ങളിൽ ചെന്നുകൊണ്ട് കരയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനും ഭാരത്തെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനും നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അതേ ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ശക്തനാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. നിങ്ങൾ ഇന്നായിരിക്കുന്ന നിലകളുടെ നടുവിൽ, നിങ്ങൾ ഇന്നായിരിക്കുന്ന ജീവിത അനുഭവങ്ങളുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ അതിനെ മാറ്റി എഴുതി പുതിയൊരു ചരിത്രം കുറിക്കുവാൻ ദൈവം സർവശക്തനാണ്. ഹന്നയുടെ ജീവിതത്തിൽ പ്രതിയോഗി നിമിത്തം അവൾ മുഷിഞ്ഞുപോയി അവളുടെ ജീവിതത്തെ അവസാനിപ്പിക്കുവാനല്ല ശ്രമിച്ചത്. പിന്നെയോ അവളുടെ പ്രതിയോഗി നിമിത്തം ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയിൽ പ്രതികരിക്കുന്നു, ദൈവത്തെ തന്റെ മുൻപിലേക്ക് അവൾ കൊണ്ടുവരുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തെ ലഭിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ദൈവത്തിന് സമർപ്പിക്കുന്നു. തദനന്തരമായി എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിക്കായി ദൈവം എടുത്ത് ഉപയോഗിച്ച ഇസ്രായേലിൽ എന്നും ഓർക്കപ്പെടുന്ന ശക്തനായിരിക്കുന്ന ഒരു ദൈവ മനുഷ്യന്റെ മാതാവായി ഇന്നും പ്രഘോഷിക്കപ്പെടുകയും ആ പ്രാർത്ഥനയും കണ്ണുനീരും ഇന്നും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ പുറകിൽ അവൾ സഹിച്ച വേദനയും അവൾ സഹിച്ച നിന്ദയും അവൾ സഹിച്ച അപമാനങ്ങളും അവൾ ജീവിതത്തിൽ കടന്നു വന്ന കണ്ണുനീരും കാരണമായി തീരുവാനിടയായി തീരുന്നു. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കണ്ണുനീരിനും വേദനയ്ക്കും കഷ്ടതയ്ക്കും പുറകിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? If you have a rival, then you will have a reward. Don't go for revenge, rather wait for the right time of God. ദൈവത്തിന്റെ ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. തക്ക സമയത്ത് ദൈവം നമുക്കായി അത്ഭുതങ്ങളെ